നമസ്കാരം. തൻ്റെ എതിരാളിയാണെങ്കിൽ പോലും അവർ ക്ഷമാപണം നടത്തിയാൽ അത് അംഗീകരിക്കാനുള്ള പൂർണ്ണ മനസ്സുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അത്തരത്തിലുള്ള മനസ്സ് ചുരുക്കം ചില നേതാക്കളിൽ മാത്രമേ നമുക്ക് കാണാനും സാധിക്കുകയുള്ളൂ. പപ്പു എന്നൊക്കെ വിളിച്ച് അപമാനിച്ചും അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കിയും രാഹുൽ ഗാന്ധി ഒരു കഴിവ് കെട്ടവനാണെന്ന പ്രചരണം വ്യാപകമായി. പക്ഷേ അവരോട് ഒരു വൈരാഗ്യവും മനസ്സിൽ വെക്കാത്ത ഒരു നേതാവെന്ന നിലയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് ക്ഷമിക്കാനും അതോടൊപ്പം തന്നെ പൊറുക്കാനും കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് BJPക്കുള്ളിൽ പോലും ഇപ്പോൾ സംസാരമുണ്ട്. അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു നേതാവാണ് സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് എത്തിയാൽ സ്വീകരിക്കില്ല എന്ന് പല നേതാക്കളും തുറന്നടിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ആകട്ടെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. കാരണം സ്മൃതി ഇറാനിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്, അതായത് അവരെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് കോൺഗ്രസ്സുകാരല്ല, മറിച്ച് BJPക്കാർ തന്നെയാണ്. ഒരു നന്ദികെട്ട സ്ത്രീ എന്ന രീതിയിലൊക്കെ സ്മൃതി ഇറാനിയെക്കുറിച്ച് പറയുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യ ക്യാബിനറ്റിൽ, അതായത് 2014 തന്നെ അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു. അന്ന് അവർക്ക് പ്രായം വെറും 38 ക്യാബിനറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് എന്നതായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രത്യേകത. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരെ മാറ്റുകയാണ് ഉണ്ടായത്. അവർക്ക് ആ സ്ഥാനം നൽകുന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ടെക്സ്റ്റൈൽസ് വകുപ്പ് ഉൾപ്പെടെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചുവെന്ന ഒറ്റ കാരണത്താൽ അവരാകട്ടെ വലിയ തോതിൽ പരിസരം മറക്കുന്ന രീതിയിൽ കോൺഗ്രസിനെ മുഴുവൻ വെല്ലുവിളിച്ചു, കടന്നാക്രമിച്ചു. എന്നാൽ ആ വെല്ലുവിളിക്ക് കിട്ടിയ ശിക്ഷ എന്ന രീതിയിൽ അവരെ ജനങ്ങൾ നല്ലൊരു പാഠവും പഠിപ്പിച്ചു. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി ഇപ്പോൾ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJPക്കാർക്ക് പോലും അവരെ വേണ്ടാതായി. മാത്രമല്ല അവർക്കെതിരെ അതിശക്തമായി BJPക്കാർ പോലും നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ തൊടുത്തുവിടുന്നുണ്ട്. അവരെ മാനസപുത്രിയായി കണ്ട പല നേതാക്കളുമുണ്ട്. എന്നാൽ അവരെല്ലാവരും തന്നെ ഇപ്പോൾ സ്മൃതി ഇറാനിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർക്ക് സമനില തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ BJPക്കെതിരെ കൃത്യമായ മറുപടിയുമായിട്ട് സ്മൃതി ഇറാനിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ മോശം പരാമർശം നടത്തിയിട്ടും അദ്ദേഹം തിരിച്ചൊരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ സ്മൃതി ഇറാനിയെ മോശമായി ട്രോൾ ചെയ്യാനൊക്കെ പലരും ശ്രമിച്ചപ്പോഴാകട്ടെ, പരിഹസിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആകട്ടെ, അതിനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കാരണം അവരൊരു സ്ത്രീയാണ്, അവരോട് പറയുന്നത് ഓർമ്മിക്കണം, ശത്രുപക്ഷത്ത് നിൽക്കുന്നുവെന്ന് കരുതിക്കൊണ്ട് അതിനർത്ഥം മര്യാദകേട് കാണിക്കാമെന്നതല്ല. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതേറെ വലിയ തോതിൽ രാജ്യത്തെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എക്സിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന അത് വലിയൊരു തരംഗമായി തന്നെ രാജ്യത്ത് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ സ്മൃതി ഇറാനിയുടെ ആ ഒരു ഗ്രാഫിലെ ചേഞ്ച് ആ സമയത്തിന് ശേഷം മാറിയതാണ് നമ്മൾ കണ്ടത്. ഡൽഹി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പേര് വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ പോലും BJPയുടെ നേതാക്കൾ ആരും തന്നെ അതിനെ വളരെ കൃത്യമായി അംഗീകരിച്ചിട്ടില്ല. സ്മൃതി ഇറാനി BJPയിൽ നിന്നും തഴയപ്പെട്ട നേതാവാണെന്ന് അവർ പോലും ഇപ്പോൾ തുറന്നടിച്ചു എന്നതാണ് സത്യം. മനോജ് തിവാരി അടക്കമുള്ള നേതാക്കൾ സ്മൃതി ഇറാനിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചാന്ദിനി ചൗക്കിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപിൽ സിബലിനോട് മത്സരിച്ച് പരാജയപ്പെട്ടവളായിരുന്നു സ്മൃതി ഇറാനി എന്നത് ഇവിടെ കൃത്യമായിട്ട് ഓർക്കണമെന്നും, വേണ്ടി വന്നാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താൻ പോലും തയ്യാറാണെന്ന രീതിയിൽ അവർ ഇപ്പോൾ പ്രതികരിച്ചതായിട്ട് പല രീതിയിലും അഭ്യൂഹങ്ങളും പുറത്തു വരുന്നു. എന്തു തന്നെ ആയിരുന്നാലും അവർ കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസ് നേതാക്കൾ അവരെ തഴയേണ്ട കാര്യമില്ല എന്ന പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.